വാവയും കൂടി രാവിലെ തന്നെ ഇങ്ങനെ കിടന്ന് ഫോൺ നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് മന്തിന്റെ ഒരു വീഡിയോ കണ്ടത്. അപ്പത്തൊട്ട് ചക്കൻ പറയാൻ തുടങ്ങിയതാണ്. വേണ്ടേ എന്ത് മന്തി വേണോ? വാങ്ങാ. ഓക്കെ. അതിന്റെ ഇടയിൽ അമ്മമ്മ ഒരു ബിരിയാണി ഉണ്ടെന്നിനി. അപ്പൊ ഞാൻ അവനോട് നൈസായിട്ട് ഈ ബിരിയാണി വേണോന്ന് ചോദിച്ചപ്പോ അത് അവന് വേണ്ട, പിന്നെയും മന്തി മന്തി തന്നെ പറയുന്നുണ്ട്. കഷ്ടകാലത്തിന് ആ ടൈമിൽ സൊമാറ്റോ നോക്കിയാലും ഡെലിവറിയും ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, നീ കുളിച്ചുറങ്ങി എണീക്കുമ്പോഴേക്കും അമ്മ മന്തി വാങ്ങി തരുന്നു. അങ്ങനെ എന്റെ വാവ ഗുഡ് ബോയ് ആയിട്ട് ഉറങ്ങി എണീച്ച്. സാധാരണ പിള്ളേർ ഉറങ്ങി എണീക്കുമ്പോ മുമ്പേ പറഞ്ഞ കാര്യം മറന്നു പോകലുണ്ടല്ലോ. ഈ ഒരു സ്ഥലത്ത് ആ ഒരു പ്രതിഭാസം നടന്നിട്ടില്ല ഗൈസ്. അവൻ ഇപ്പോഴും ഓർമ്മയുണ്ട് മന്തി. നമ്മൾ എന്ത് വാങ്ങാൻ പോന്നെ? ABCD പറയാനറിയില്ലെങ്കിലും മന്തി എന്ന് കൃത്യമായിട്ട് പറയാനറിയാട്ടാ. അതിനുള്ള വളർച്ചയല്ല എന്റെ പൊന്നിനായി. അങ്ങനെ അവന്റെ കാത്തിരിപ്പിനിടയിൽ ഇതാ വന്നിട്ട് നമ്മളെ ഡെലിവറി ആട്ടെ. ഞാൻ പറഞ്ഞു അവന്റെ കൈമൽ തന്നെ കൊടുത്തേന്ന്. അത് കിട്ടിയപ്പില്ല എന്നെ പോലും കൂട്ടാണ്ട് വീട്ടിലേക്ക് ഓടുന്ന കാഴ്ചയാണ് നീ കാണുന്നത്. വെറും ഒരു മന്തിക്ക് വേണ്ടിട്ട് ഇവൻ എന്നെയാണ് ഉപേക്ഷിച്ചിട്ട് പോയി ഗൈസ്. ഇവൻ ഇങ്ങനെ ഒറ്റക്ക് തിന്നാൻ കൊടുക്കുന്നത് വളരെ കച്ചറയേറിയ ഒരു കാര്യമാണെങ്കിലും എനിക്ക് അങ്ങനെ ഒറ്റക്ക് തിന്നുന്നതാണ് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അവന്റെ കുഞ്ഞു പ്ലേറ്റിൽ അവന് റൈസ് കൊടുത്ത്. അപ്പൊ പറയുന്ന അമ്മ ചിക്കൻ താന്നു. അങ്ങനെ അതും കൂടി കൊടുത്തു. ഞാനിങ്ങനെ അവൻ തിന്നീ നോക്കിയിരുന്ന് നല്ല രസം ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞു ഫുഡ് ല്ലേ ഈ വീട്ടിൽ ഇങ്ങനെ വളർന്നു വരുന്നത്. നമ്മളെ ജീവനോടുള്ളിടത്തോളം കാലം അവന്റെ കുഞ്ഞാഗ്രഹമായാലും വലിയാഗ്രഹമായാലും പറ്റുന്ന പോലെ നടത്തി കൊടുക്കണം എന്നാണ് എന്റെ ഒരു ഇത്. കാരണം എന്റെ ലോകം തന്നെ ഇവനാണല്ലോ. എന്റെ വാവേന്റെ മുഖത്തൊരു കുരു ശ്രദ്ധിച്ചിനാ? പ്രേമക്കുരുവാന്ന് ആരോടും പറയണ്ടാട്ടോ. അപ്പൊ ശരി.